ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ഞായറാഴ്ചയല്ലേ? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാന്നല്ലേ നിങ്ങള് പറഞ്ഞേ? ഇന്ന് നമുക്ക് രണ്ടാക്കും പുറത്തുനിന്ന് പോയി ചുറ്റിക്കറങ്ങിയൊക്കെ വന്നാലോ? ഇന്നത്തെ ഭക്ഷണം ഒക്കെ പുറത്തുനിന്ന്. എങ്ങനെയുണ്ട്? അപ്പൊ ഇന്നലെ രാത്രിയില്ലേ പുറത്തു പോയത്? എന്റെ വീട്ടിൽ പോയി, പുറത്തു പോയി, ഭക്ഷണം കഴിച്ചു. എന്നിട്ട് എത്ര ചുറ്റിക്ക് ഇറങ്ങിട്ട് അങ്ങോട്ട് വന്നത് വീട്ടിക്ക്? ഇനിയിപ്പോ ഇന്നും പോണം. അതുപോലെയല്ല ഇത്. നമ്മളെ ടൗണിലെ പുതിയ പാർക്കൊക്കെ വന്നിട്ടില്ലേ? ഇന്നാവുമ്പോ നമ്മളെല്ലാ ഫ്രണ്ട്സുകളും ഒന്ന് അവിടെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് സന്തോഷായിട്ടൊന്ന് കൂടാലോ. ഇവിടെ ഒന്നും ഇപ്പൊ അതിനുമാത്രം തിരക്കൊന്നും ഇല്ലല്ലോ. എല്ലാം കഴിഞ്ഞ് സാവധാനം തിരിച്ചു വന്നാ മതി. ഇനി ഒന്നും ആലോചിക്കണ്ട, നമുക്ക് പോവല്ലേ. ആ, അങ്ങനെ പോവാ. ഒക്കെ എന്റെ ഇഷ്ടം പോലെ. ഇവിടെ നിന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ആവൂ, സമാധാനായി. ഇതൊക്കെ അല്ലൊക്കെ പിന്നെ എന്ത് ജീവിത. അമ്മ, നിങ്ങൾ എവിടെയാണ്? ആ എന്താടാ? ഞങ്ങൾ രണ്ടാമത് പുറത്ത് പോവാണ്. വരാൻ കുറച്ച് നേരം വൈകും. അമ്മ വരണോ? ആ അതെടാ. ഒന്നിങ്ങോട്ട് വന്നേ. ഇത് പോരെ? ഒന്നിങ്ങോട്ട് വന്നേ. എന്താടി എന്തൊക്കെ ഈ കാണിക്കണേ? അല്ല, നിങ്ങൾ പോയിട്ട് അമ്മേനോട് എന്ത് മണ്ടത്തരായി പറഞ്ഞത്? നമ്മള് പുറത്ത് പോയി വരാന്ന് പറഞ്ഞാ പോരേന്നോ? ഒപ്പം പോരണോന്ന് എന്തിനാ പോയി ചോദിച്ചത്? എടി, അമ്മയെ വയ്യാത്ത സമയത്ത് നമ്മൾ വിളിച്ച നമ്മളെ വരുന്ന ആൾക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ വെറുതെ അമ്മേനോട് ചോദിച്ചു എന്നുള്ളൂ. നമ്മളെങ്ങോട്ടേലും പുറത്ത് പോകുമ്പോൾ അമ്മേനോട് ചോദിച്ചില്ലെന്നുള്ള പരാതി വേണ്ടല്ലോ. ആവൂ, ഇപ്പഴൊന്ന് സമാധാനായത്. സത്യം ഞാൻ പേടിച്ചു പോയിട്ടോ. ആരെങ്കിലും പുറത്തേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി നിങ്ങള്. ഈ പഴഞ്ച ഒരു ഡ്രസ്സും ഒരു വർത്താനവും മനുഷ്യന്മാരുടെ ഇടയ്ക്ക് കൊണ്ടുപോയി നാണം കേട്ടും. എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അത് തിന്നാൻ കൂടി നിച്ചല്ല. എല്ലാവരുടെ ഇടയിലും കൊണ്ടുപോയൊരു മാനക്കേടാണ്. ആ, അതാ നല്ലത്. ഇന്നവിടെ ഇരുന്നോളൂ. ഞാൻ പോയിട്ടേ എന്തേലും പറഞ്ഞൊപ്പിച്ച് വരാം. പറഞ്ഞോളി, അല്ലാതെ പിന്നെ ഒന്ന് എന്തായാലും കൊണ്ടുപോകാൻ പറ്റൂല. അതമ്മ, ഓള് പറയേ അമ്മയ്ക്ക് 2 ദിവസമായിട്ട് കാലുവേദന കൂടുതലല്ലേ? വെറുതെ അങ്ങാടി കൂടെ ഒക്കെ നടന്നാണ്ട് വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കണ്? ആ നല്ല വേദനയൊക്കെ ഉണ്ട്, കാൽമ നീരൊക്കെ ഉണ്ടേ. ആ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അമ്മയ്ക്കിപ്പോൾ 2 ദിവസമായിട്ടേ ശരിക്കൊന്നും ചവിട്ടാനോടും പറ്റണില്ല. പിന്നെ എങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒക്കെ തിക്കി തിരക്കൊക്കെ നടക്കാൻ പറ്റണേ? നല്ല നീരുണ്ടാവും നോക്കിയേ. അപ്പൊ നല്ല റെസ്റ്റാ വേണ്ടത്. അമ്മ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആ അമ്മ, ഓള് പറഞ്ഞേ കേട്ടില്ലേ? നിങ്ങളെ കാലിന് തീരെ വയ്യ. നിങ്ങൾ ഏതായാലും റെസ്റ്റ് എടുക്കി. ഞങ്ങൾ ടൗണിലൊക്കെ ഒന്ന് പോയി വരാം. അമ്മ എന്നാ ശരിട്ടോ, നല്ലോണം റെസ്റ്റ് എടുക്കണം കേട്ടോ. അല്ല, അമ്മയ്ക്ക് സംശയം തോന്നിയിട്ടില്ലല്ലോ? ഇനിയിപ്പൊ തോന്നിയാ തന്നെ എന്താ കുഴപ്പം? കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കല്യാണത്തിന് പോയിട്ട് അവിടുന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? അന്ന് ഉറപ്പിച്ചതാ ഇനി അങ്ങോട്ടും കെട്ടിയൊരുക്കി കൊണ്ടുപോകൂലെന്ന്. ഒരുമാതിരി കാട്ടിക്കൂട്ടല്. ആ ഇരിക്കണതൊന്നും നല്ല പാവൊന്നല്ല. അത് കരുതി നമ്മളെ കാലടി അമ്മേന്റെ കാലം.
അത് കരുതി ഹേയ്, അവിടെ ഇരുന്നേ ആ വലിയ വലിയ ആൾക്കാരെ മുന്നിൽ നിന്ന് ഒരുമാതിരി തമാശയും വർത്താനോ. ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് വിട്ടു പോയി നിന്നതാ. ഇഞ്ഞൊരു കൊണ്ടോല അതിന്റെ ഒപ്പം ഞാനല്ലേ. എടീ പണ്ടത്തെ ആൾക്കാരല്ലേ, പഠിപ്പും വിദ്യാഭ്യാസം ഒന്നുമില്ല, അതിന്റെ കെണി കാണിക്കണത്. ആ അങ്ങനെയുള്ളവർക്ക് തന്നെ ഇതാ നല്ലത്. ആ അടുക്കളയിലേ ആ മൂലക്ക് എവിടെയെങ്കിലും ഇരുന്നോട്ടെ. ഇനി അങ്ങോട്ട് പോകുമ്പോ വിളിക്കരുത് കേട്ടോ. അല്ല, നമ്മളെ അമ്മായിന്റെ മകന്റെ കല്യാണ വരുന്നത്. എന്ത് കാട്ടാനാ വിചാരം? ഒരു കാര്യം ചെയ്യാം, നമ്മളൊപ്പം കാറിലൊന്നും കൊണ്ടോണ്ടാട്ടോ. ഒരു ഓട്ടോറിക്ഷ ഏൽപ്പിച്ചു കൊടുത്താൽ മതി ആരെങ്കിലും. അതിന് കയറ്റി വിട്ടാ മതി. ഇങ്ങോട്ട് വേണമെങ്കിൽ ഒപ്പം കൂട്ടാം. അങ്ങോട്ട് കൊണ്ടോണ്ടാട്ടോ. ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കും. ആ ഞാനത് ആലോചിച്ചു. ഓന് ഡോക്ടറല്ലേ, പിന്നെ കല്യാണം കഴിക്കാൻ പോണ പെണ്ണും അത്യാവശ്യം മോശമല്ല. അതിന്റെ ഇടയ്ക്ക് നമ്മളെങ്ങനെ എങ്ങനെ പോണത്? അത് മോശമല്ലേ? ഏതായാലും വാ, നമുക്ക് പോയി തരാം. സമയം പോയതന്നെ അറിഞ്ഞില്ല അല്ലേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോന്നിട്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആവും കേട്ടോ. എന്ത് രസമായിരുന്നു ഇന്നത്തെ ദിവസല്ലേ. പിന്നല്ലാതെ. ഫ്രണ്ട്സുകളും കുട്ടികളും അല്ലേ. നമ്മള് കാണാത്ത ഫ്രണ്ടിനൊക്കെ കണ്ടില്ലേ. നമ്മൾ പോയിട്ടില്ലെങ്കിലേ പെട്ടേന്നു. അമ്മ അമ്മ എവിടെ പോയി കിടക്കുക? ആ കൊറേ നേരായല്ലോ പോയിട്ട്, എന്റെ ഇത്ര നേരം വൈകിയത്? അതാ അങ്ങനെ തന്നെയല്ലേ അമ്മ. ഇന്ന് ഞായറാഴ്ചയും കൂടിയല്ലേ. ഇന്ത്യയുടെ ഫ്രണ്ടിനെ കണ്ടു, അപ്പൊ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് എങ്ങനെയാ മനസ്സിലാണത്? അല്ലടാ, നിങ്ങൾ എന്തേലും തിന്നോ? നേരം വൈകിയപ്പോ ഞാനൊന്നും തിന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോ നേരം വൈകൊന്നും പറഞ്ഞില്ല അമ്മ. പിന്നെന്താ ഞങ്ങളെ നോക്കി നിന്നത്? എന്റെ ഡ്രസ്സ് കാട്ടിക. അല്ലടാ, ഓളെന്താ കൊണ്ടുവന്നത്? അത് അമ്മയ്ക്കുള്ളൊന്നല്ല അമ്മ, അത് ഓളോൾക്കുള്ള എന്തൊക്കെയാ വാങ്ങിയതാ. ഞാൻ കരുതിയടാ എന്തേലും കൊണ്ടുവന്നതാണ്. എന്ത് കൊണ്ടുവരണ്? നോക്കി അമ്മ പറയണത്. അമ്മയ്ക്ക് എന്താ ഇവിടെ ഇല്ലാത്ത? എന്തിന്റെ കുറവ് അമ്മയ്ക്ക് ഇവിടെ ഉള്ളത്? അതല്ലടാ, തിന്നാൻ എന്തേലും ഉണ്ടെന്ന് കരുതി ഞാൻ. എന്ത് കൊണ്ടിട്ട് തിന്നാന്? അല്ലെങ്കിലും പുറത്തത്തെ എന്തെങ്കിലും അമ്മയ്ക്ക് തിന്നാൻ അറിയോ? ഇന്നാളെന്നെ ആ പൊറോട്ട വാങ്ങി കൊടുത്തിട്ട് കാട്ടണ കണ്ടില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചും പറിച്ചും നിക്കണേ. അവിടെ ഉള്ളൊരു മൊത്തം ചിരിച്ച് ചത്തിട്ടുണ്ട്. അതാ സ്ഥിതി. അമ്മയ്ക്ക് അതൊന്നും തിന്നാൻ അറിയില്ല അമ്മ. ആ ഇതന്നെ നടക്കുള്ളൂ. അമ്മയ്ക്ക് അങ്ങനെ വല്ല തിന്നാനുള്ള പൂതിണ്ടെങ്കിൽ വല്ല ദോശ, ഇഡലിയോ, മസാല ദോശ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുത്തരുന്നുണ്ട്. അങ്ങനെ തന്നെ അമ്മയ്ക്കൊക്കെ നിച്ചോളൂ.